സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പണി കിട്ടാതിരിക്കാൻ എന്തു ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതായത് നിങ്ങൾ 3 മിനിറ്റിൽ താഴെയുള്ള വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ, അതും പോർട്രേറ്റ് മോഡിൽ വെർട്ടിക്കലായിട്ട് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും പണി കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം നിങ്ങളുടെ ലോങ് വീഡിയോസിൻ്റെ വാച്ച് അവറിലേക്ക് വരില്ല എന്നുള്ളതാണ് അക്കാര്യം. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് 4000 വാച്ച് അവർ തികഞ്ഞാൽ മാത്രമേ ഒരാളുടെ ചാനൽ മോണിറ്റൈസ് ആവുകയുള്ളൂ. അങ്ങനെ മോണിറ്റൈസ് ആവണമെങ്കിൽ നമ്മളുടെ ചാനലിൽ 4000 അവർ ആവണം. അപ്പോൾ ഈ 4000 അവർ ആവണമെങ്കിൽ നമ്മൾ ലോങ് വീഡിയോസ് ചെയ്തെങ്കിൽ മാത്രമേ ആ 4000 അവറിലേക്ക് നമ്മുടെ വാച്ച് അവേഴ്സ് പരിഗണിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ വീഡിയോസ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വെർട്ടിക്കലായിട്ട് വീഡിയോ ചെയ്യാതെ ഹൊറിസോണ്ടലായിട്ട് വീഡിയോ ചെയ്യുക. 16:9 എന്നുള്ള റേഷ്യോയിൽ വീഡിയോ ചെയ്യുക. നേരെ മറിച്ച് നിങ്ങൾ ഷോർട്സ് വീഡിയോസ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യുന്നത് പോലെ വെർട്ടിക്കലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ 3 മിനിറ്റിന് താഴെയാണ് എങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ലോങ് വീഡിയോസിൻ്റെ 4000 വാച്ച് അവറിലേക്കുള്ള വാച്ച് അവർ തയ്ക്കാൻ ഈ വീഡിയോയിൽ നിന്നുള്ള ഹവേഴ്സ് പരിഗണിക്കപ്പെടുകയില്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. പലർക്കും ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ. അതായത് 1 മിനിറ്റ് വരെ ആയിരുന്നു മുമ്പ് ഷോർട്സിൻ്റെ ലെങ്ത്ത്. ഇപ്പോൾ ആ ലെങ്ത്ത് മാറി, ഇപ്പോൾ 3 മിനിറ്റ് വരെയുള്ള വെർട്ടിക്കലായിട്ടുള്ള എല്ലാ വീഡിയോകളും ഷോർട്ട് ഫീഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ലോങ് വീഡിയോസ് ടാർഗറ്റ് ചെയ്യുന്നവരാണ് എങ്കിൽ, ലോങ് വീഡിയോസിൻ്റെ 4000 വാച്ച് അവേഴ്സ് ടാർഗറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ 3 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ചെയ്യുക. അല്ലെങ്കിൽ 3 മിനിറ്റിൽ താഴെയുള്ള വീഡിയോകൾ നിങ്ങൾ വെർട്ടിക്കൽ അല്ലാതെ ഹൊറിസോണ്ടലായിട്ട് 16:9 എന്നുള്ള റേഷ്യോയിൽ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ അത്തരം വീഡിയോകളിൽ നിന്നുള്ള വാച്ച് അവേഴ്സ് ഈ 4000 വാച്ച് അവേഴ്സിലേക്ക് പരിഗണിക്കപ്പെടുകയുള്ളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആവുകയും 1000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആവുകയും ചെയ്താൽ പോലും നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് പ്രയാസമാകുന്നത്? മറ്റൊന്നുമല്ല, ഇപ്പോൾ യൂട്യൂബിൽ വ്യൂസ് വളരെ കുറവാണ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ യൂട്യൂബേഴ്സിന് മാത്രമല്ല, വലിയ യൂട്യൂബേഴ്സും അവർ പലപ്പോഴായിട്ട് വീഡിയോ ചെയ്തതായിട്ട് കണ്ടു. 6 മില്യൺ ഫോളോവേഴ്സ് അല്ലെങ്കിൽ 6 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകൾക്ക് പോലും, അല്ലെങ്കിൽ 58-59 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കെല്ലാം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ കുറഞ്ഞ വ്യൂസ് ആണ് എന്ന് പലരും പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ സ്ട്രാറ്റജിയിൽ നിന്ന്, നമ്മുടെ രീതികളിൽ നിന്ന് മാറ്റം വരുത്തുക. ഒന്ന് എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ നോക്കുക. എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ആളുകളെ പിടിച്ചിരുത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരിക എന്നതാണ്, എൻ്റർടൈനിങ് ആണ് ഉദ്ദേശിച്ചത്. നമ്മുടെ ഏത് ടൈപ്പ് വീഡിയോ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും അതിൽ അല്പം നർമ്മത്തിൻ്റെയും അതുപോലെ തന്നെ ആളുകളെ ഒന്ന് രസിപ്പിക്കുകയും അല്ലെങ്കിൽ ആളുകളെ ഒന്ന് പിടിച്ചിരുത്താൻ കഴിയുന്നതുമായിട്ടുള്ള എന്തെങ്കിലും എലമെൻറ്റ്സ് നിങ്ങളുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയാൽ തീർച്ചയായും അത്തരം വീഡിയോസ് കാണാൻ ആളുകളുണ്ടാകും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വീഡിയോ ആളുകൾ കാണുകയും മറ്റുള്ളവരിലേക്ക് യൂട്യൂബ് തന്നെ എത്തിക്കുകയും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയും ചെയ്യും.
അങ്ങനെ റെഗുലറായി നമുക്ക് നല്ല വാച്ച് അവേഴ്സ് ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസിൽ ധാരാളം ആഡ്സ് യൂട്യൂബ് പ്ലേ ചെയ്യുകയും അതിൽ നിന്നൊരു വരുമാനം അവർക്ക് കിട്ടുകയും തത്തുല്യമല്ലാത്ത അല്ലെങ്കിൽ നല്ല ഒരു വരുമാനം നമുക്കും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും തികഞ്ഞ് മോണിറ്റൈസ് ആയ ചാനൽ ഉണ്ട്. പക്ഷെ ആ ചാനലിൽ നമുക്ക് വേണ്ടത്ര വ്യൂസ് വരാത്തത് കൊണ്ട് തന്നെ എല്ലാ മാസവും വരുമാനം എന്നുള്ളത് അപ്രായോഗികം. എല്ലാ മാസവും വരുമാനം കിട്ടുന്നില്ല എന്നുള്ളത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം മോണിറ്റൈസ് ആയതിനു ശേഷം 9 മാസത്തിന് ശേഷമാണ് എനിക്ക് ആദ്യ യൂട്യൂബ് വരുമാനം വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത് കണ്ടു. ആ വീഡിയോ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ശരി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു ചാനലും മോണിറ്റൈസ് ആയി എന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വരുമാനം ലഭിച്ചോളണമെന്നില്ല. കാരണം നമ്മുടെ ആ പേ ഔട്ട് ടാർഗറ്റ് ആയിട്ടുള്ള $100 എത്തണമെങ്കിൽ നമുക്ക് ഡെയിലി ഒരു $4 വരുന്ന രൂപത്തിൽ നമ്മുടെ ചാനൽ വളരണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു ടാർഗറ്റ് എന്ന് വെച്ചാൽ ഒരു ദിവസം $4-5 ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ചാനൽ എത്തുക എന്നുള്ളതാണ്. അപ്പം $4-5 ഒരു ദിവസം ഉണ്ടാക്കുന്ന ഒരു ചാനലാണ് നിങ്ങളുടെതെങ്കിൽ നിങ്ങളുടെ ചാനലിൽ നിന്ന് റെഗുലറായി ഒരു 10,000 രൂപ എല്ലാ മാസവും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് വേണ്ടത്. പിന്നെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ടാർഗറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരു ചാനലിനുടമയായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആത്മാർത്ഥമായി വിഷ് ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വളരെ നല്ല ഒരു ദിനം നേർന്നുകൊണ്ട് വീഡിയോയുടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോസിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് എത്താം. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അറിവുകൾ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഷെയറും ചെയ്യുക. അപ്പോൾ തീർച്ചയായും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.